നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വിജയമാണ് ടി.വി.കെ കാഴ്ചവെച്ചത്. 107 സീറ്റിലെ വിജയവുമായി കന്നി അംഗത്തിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുമായി ടി.വി.കെ മാറി. മത്സരിച്ച 2 സീറ്റിലും വിജയ് ജയിച്ചു. പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലും DMKയുടെ കയ്യിലുണ്ടായിരുന്ന 2 സീറ്റുകളാണ് ഇവ. വിജയുടെ മിന്നും വിജയത്തിന് പിന്നാലെ നടി തൃഷ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. തൃഷ ടി.വി.കെയുടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചർച്ചകളാണ്. ഇതിലും വലിയ പിറന്നാൾ സമ്മാനം തൃഷയ്ക്ക് കിട്ടില്ല എന്നാണ് ചർച്ച. ടി.വി.കെയുടെ വിജയം തൃഷയെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണെന്നും ആരാധകർ പറയുന്നുണ്ട്. ഒരു സുനാമി പോലെ ആഞ്ഞടിക്കുകയായിരുന്നു ടി.വി.കെ. വിജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ തൃഷ വിജയിയെ കാണാൻ വിജയുടെ വസതിയിലും വന്നിരുന്നു. റിസൾട്ടിന് മുൻപേ തിരുപ്പതിയിൽ ദർശനം നടത്തിയ തൃഷ അത് കഴിഞ്ഞ് നേരെ എത്തിയത് വിജയിയെ കാണാനായിട്ടായിരുന്നു. തൃഷയുടെ പ്രാർത്ഥനാഫലം കണ്ടു. തൃഷയ്ക്ക് വേണ്ടി വിജയ് തമിഴ്നാട് സ്വന്തമാക്കിയെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇപ്പോഴിതാ നടൻ അജിത് കുമാറിനെ പ്രശംസിച്ച് തൃഷ മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇതിനിടെ ശ്രദ്ധ നേടുന്നത്. അജിത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടാകുമെന്ന് താൻ എപ്പോഴും പറയാറുണ്ടെന്നും തമാശയായി തൃഷ പറഞ്ഞു. അജിത്ത് കംപ്ലീറ്റ് ജെന്റിൽമാൻ ആണ്. സെറ്റിലേക്ക് പോയാൽ നിനക്ക് വേണ്ടി ഞാൻ എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആർക്കാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാതിരിക്കുക? വളരെ പ്രൊഫഷണലാണ്. ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. സിനിമകൾ ചർച്ച ചെയ്യില്ല. ആളുകളെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കും. നല്ല രീതിയിൽ എനിക്ക് അദ്ദേഹവുമായി ഗോസിപ്പ് പങ്കുവയ്ക്കാം. ജീവിതം അജിത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എനിക്കിഷ്ടമാണ്. ഒരു ഘട്ടത്തിൽ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് റേസിംഗിന് പോയി. എന്നെ അറിന്താൽ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് 9 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. അജിത്ത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഗിറ്റാർ പഠിക്കാൻ പോകും. വളരെ നല്ല ഭർത്താവും അച്ഛനുമാണ്. ഏതൊരു പെൺകുട്ടിയും അതുപോലൊരു ഭർത്താവിനെ ആഗ്രഹിക്കുമെന്നും അന്ന് തൃഷ പറഞ്ഞു. എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ചിലർ ചോദിക്കുന്ന രീതിയാണ് എനിക്കിഷ്ടമല്ലാത്തത്. സാധാരണ പോലെ എന്നാണ് വിവാഹം കഴിക്കുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാണ് ഉത്തരം. ഞാൻ ആരെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണത്. ഞാൻ വിവാഹമോചനത്തിൽ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാവുന്ന ടൺ കണക്കിന് ദമ്പതികൾ വിവാഹബന്ധത്തിൽ നിലനിൽക്കുന്നത് തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ്. എനിക്കറിയാം ഇവരെ. ചിലരെൻ്റെ സുഹൃത്തുക്കളാണ്. അവർ തീരെ സന്തോഷത്തിലല്ല. കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് അവർ ബന്ധത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ട. കാത്തിരുന്ന അനുയോജ്യനായ ആളെ വിവാഹം ചെയ്യണമെന്നാണ് എനിക്ക്. അത് സംഭവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിരാശയാകില്ല. വിവാഹം നടന്നില്ല അത്ര തന്നെ എന്ന് കരുതും. എനിക്ക് പ്രണയത്തിലാകണം, ഒറ്റയ്ക്ക് ജീവിക്കാനാകില്ല. വിവാഹം രണ്ടാമതാണ്. പക്ഷേ എനിക്ക് തീർച്ചയായും പങ്കാളി വേണം. അതെനിക്ക് നിർബന്ധമാണ്. ജീവിതം പങ്കുവയ്ക്കാനും ഒരുമിച്ച് ജീവിക്കാനും തനിക്കൊരാൾ വേണമെന്നും അന്ന് തൃഷ പറഞ്ഞു. അതേസമയം വിജയ് മത്സരിച്ച പെരമ്പൂർ, ട്രിച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരുന്നു. എന്നാൽ ചട്ടപ്രകാരം 14 ദിവസത്തിനകം ഏതെങ്കിലും ഒരു സീറ്റ് അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. DMKയുടെ പക്കലുണ്ടായിരുന്ന പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലുമാണ് വിജയ് അട്ടിമറി വിജയം നേടിയത്. പെരമ്പൂരിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകളുടെയും ട്രിച്ചി ഈസ്റ്റിൽ 20,000-ലധികം വോട്ടുകളുടെയും ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും വിജയ് പെരമ്പൂർ നിലനിർത്താനും ട്രിച്ചി ഈസ്റ്റ് ഒഴിയാനുമാണ് സാധ്യതയെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ട്രിച്ചി ഈസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. വിജയ് ഒഴിയുന്ന ട്രിച്ചി ഈസ്റ്റ് മണ്ഡലത്തിൽ ടി.വി.കെ സ്ഥാനാർത്ഥിയായി നടി തൃഷ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് തമിഴ്നാട്ടിൽ. വോട്ടെണ്ണൽ ദിനത്തിൽ വിജയെ അഭിനന്ദിക്കാൻ തൃഷ നേരിട്ടെത്തിയത് ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടി. ഇതോടൊപ്പം താൻ 10 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയാകുമെന്ന് തൃഷ പണ്ട് തമാശയായി പറഞ്ഞൊരു പഴയ അഭിമുഖവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് ദിനത്തിൽ വിജയ് ചിത്രത്തിലെ പാട്ടിനൊപ്പം ചിത്രം പങ്കുവച്ചതും വിജയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചും തൃഷ വാർത്തകളിൽ നിറഞ്ഞു. തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം തമിഴ്നാട്ടിൽ DMKയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. DMKയുമായുള്ള സഖ്യം കോൺഗ്രസ് വിട്ടു. ടി.വി.കെ ഉപാധികളോടെ പിന്തുണയ്ക്കും. ഭാവി തെരഞ്ഞെടുപ്പിലും ടി.വി.കെയുമായി സഖ്യം നിലനിർത്തുമെന്നും ദേശീയ തലത്തിലും സഖ്യമുണ്ടാകുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. വർഗീയ ശക്തികളെ മാറ്റി നിർത്തണമെന്നതാണ് കോൺഗ്രസ് ടി.വി.കെയ്ക്ക് മുന്നിൽ വെക്കുന്ന ഏക ഉപാധി. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ടി.വി.കെയുമായി സഖ്യമുണ്ടാകുമെന്നും കോൺഗ്രസ് അറിയിച്ചു.
തമിഴ്നാട്ടിൽ ഇനി കോൺഗ്രസിന്റെ മിഷൻ 2029. വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും TVKയും ഒന്നിച്ചു മത്സരിക്കും. സർക്കാർ രൂപീകരണത്തിനായി 5 കോൺഗ്രസ് MLAമാർ TVK പിന്തുണയ്ക്കും. വർഗീയ ശക്തികളെ മാറ്റി നിർത്തണമെന്ന ഉപാധിയിലാണ് സഖ്യം. ഗവർണർക്ക് കോൺഗ്രസ് കത്ത് നൽകും. തമിഴ്നാട്ടിൽ കാമരാജ് ഭരണം തിരിച്ചുകൊണ്ടുവരുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രവീൺ ചക്രവർത്തി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉടൻ പനയൂരിലെ TVK ആസ്ഥാനത്തെത്തി വിജയിയെ കാണും. AIADMKയിലെ ഒരു വിഭാഗം TVKയുമായി സഖ്യത്തിന് താൽപര്യം അറിയിച്ചിരുന്നു. എന്നാൽ AIADMKയുമായി സഖ്യമില്ലെന്ന് TVK ജനറൽ സെക്രട്ടറി അരുൺ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചരിത്രപരമായ ഒരു അട്ടിമറിയിൽ പാർട്ടി മേധാവിയും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിന് കൊളത്തൂർ സീറ്റ് നഷ്ടപ്പെട്ടതോടെ TVK DMKയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന തോൽവി സമ്മാനിച്ചു. 47 സീറ്റുകൾ നേടി AIADMK 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 47 സീറ്റുകൾ നേടി AIADMK 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 6 പതിറ്റാണ്ടിനിടയിൽ തമിഴ്നാട്ടിലെ വേരൂന്നിയ ദ്രാവിഡ ആധിപത്യം നിർണായകമായി തകർക്കപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു TVKയുടെ വിജയം. മെയ് 7-ന് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹത്തോടൊപ്പം 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ഇന്ത്യ ടുഡേയോട് വൃത്തങ്ങൾ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ വിജയ്ക്കൊപ്പമാണ് തമിഴ്നാടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആരും അത് കാര്യമായി എടുത്തിരുന്നില്ല. കരൂർ പോലൊരു സംഭവം മറ്റേതെങ്കിലും താരത്തിനാണ് നേരിടേണ്ടി വന്നതെങ്കിൽ നിലം തൊട്ടേനെ ഭാവിയും ഭൂതവും അടക്കം ഉണ്ടാക്കി വെച്ചതല്ല. അത്രത്തോളം പ്രഷറിൽ നിന്നുകൊണ്ടാണ് 50 വർഷം പാരമ്പര്യമുള്ള 2 പാർട്ടികളുടെ തലയിൽ ചവിട്ടി സാക്ഷാൽ MGRന്റെ ഇലക്ഷൻ പെർസെന്റേജ് വരെ തൂക്കി ചരിത്രം തിരുത്തി വിജയം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഒരേ ഒരു വായ്പ കൊടുക്കുകയെന്ന് വിജയുടെ അഭ്യർത്ഥനയ്ക്ക് തമിഴ്നാട് ബാലറ്റ് പെട്ടിയിലൂടെ സമ്മതം അറിയിച്ചിരിക്കുന്നു. ഒരിക്കൽ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുന്നതിനിടെ അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചു. ജീവിതത്തിൽ മുഖ്യമന്ത്രിയാകേണ്ട സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ചോദ്യം. അതിന് അന്ന് മാസ് മറുപടിയാണ് നടൻ നൽകിയത്. ജീവിതത്തിൽ മുഖ്യമന്ത്രിയാകേണ്ട സാഹചര്യം വന്നാൽ മുഖ്യമന്ത്രിയായി അഭിനയിക്കില്ല, സത്യത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നാണ് താരം പറഞ്ഞത്. ആ വാക്ക് വിജയ് പാലിക്കുമോ എന്ന് അറിയിക്കാനാണ് തമിഴ്നാട് ജനതയും കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വിജയ്ക്കും TVKയ്ക്കും അനുകൂലമായ സാഹചര്യത്തിൽ നടൻ മുൻപ് പറഞ്ഞ വാക്കുകളും വീണ്ടും ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും വൈറലാകുകയാണ്. ആരെയും കഷ്ടപ്പെടുത്താനോ ആരെയും അപമാനിക്കാനോ ആരോടും പകരം വീട്ടാനോ ഉള്ളതല്ല എൻ്റെ ജീവിതം. സാധിക്കുന്ന കാലത്തിടത്തോളം കുറച്ച് നല്ലതും ചെറിയ സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോകട്ടെ. ഇതെല്ലാം ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഭാവിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ അതെല്ലാം സഹായകരമാകും, തുണയ്ക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കൂ, അല്ലെങ്കിൽ കളഞ്ഞേക്കൂ. പൊങ്കലിന് മുന്നോടിയായി ഭോഗി ആഘോഷിക്കുന്ന ദിവസം ആളുകൾ പഴയതും ഒഴിവാക്കിയതുമായ വസ്തുക്കൾ ഉപേക്ഷിക്കുകയും പുതിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വർഷങ്ങളായി ഇവിടെയുള്ള ചിലരെയെല്ലാം നമുക്ക് പുറത്തേക്ക് എറിഞ്ഞു കളയാം. പുതിയ നല്ല ഒരു ഭരണം നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാവരും ചേർന്ന് ഒരുത്തനെ എതിർക്കുകയാണ്. അതിനെന്താണ് കാരണം? എല്ലാവരും എന്തിനാണ് ഒത്തുചേർന്ന് ഒരുത്തനെ എതിർക്കുന്നത്? ഓരോ കക്ഷിയിൽ ഉൾപ്പെട്ടവർ കക്ഷിയിലുള്ളവരെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ചേർന്ന് ഒരുത്തനെ എതിർക്കുകയാണ്. അതിനർത്ഥം എല്ലാവരും ഒരു കക്ഷിയാണ് എന്നതാണ്. വിജയിയായ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് വന്നത് തെറ്റാണോ? നല്ല ഭരണം കാഴ്ചവെക്കണമെന്ന് തീരുമാനിക്കുന്നത് തെറ്റാണോ? അഴിമതി ചെയ്യരുത്, കൈക്കൂലി വാങ്ങരുത് എന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നത് തെറ്റാണോ? ലഹരി മരുന്നിന്റെ വരവ് തടയണമെന്ന് തീരുമാനിക്കുന്നത് തെറ്റാണോ? കർഷകരും മത്സ്യബന്ധന തൊഴിലാളികളും കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തെറ്റാണോ? എല്ലാവർക്കും നല്ലതേ വരൂ എന്നാണ് മുൻപ് വിജയ് ഒരിക്കൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞത്. നടൻ വിക്രം അടക്കം തെന്നിന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും വിജയ്ക്ക് ആശംസകൾ നേർന്ന് എത്തിയിരുന്നു. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.